നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാം കൗമാര കാലഘട്ടത്തിൽ പരസ്പരം മനസ്സ് തുറക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടായിട്ടില്ലേ? എനിക്കുണ്ടായിരുന്നതുപോലെ ഒരു കൂട്ടാളി. അവൻ്റെ പേര് ജോയി എന്നാണ്. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇന്നവൻ ജീവിച്ചിരിപ്പില്ല. കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും സങ്കടങ്ങൾ പങ്കിട്ടും സന്തോഷങ്ങൾ പങ്കിട്ടും രാവെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ നടക്കുന്ന ആത്മാർത്ഥ കൂട്ടുകെട്ടുകൾ കൗമാരക്കാരുടെ ഇടയിൽ ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെയായിരുന്നു ഞാനും ജോയിയുമെന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെങ്കിലും എന്തോ നിഗൂഢ രഹസ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒരു ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. ആർക്കും ഒന്നും അറിയില്ലായിരുന്നു കാരണം എന്താണെന്ന്. അന്നും എനിക്കറിയില്ല, ഇന്നും അറിയില്ല. ഇതിൽ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നതല്ല, അവൻ അടക്കം ചെയ്തിരിക്കുന്നത് മുണ്ടക്കണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പള്ളി സെമിത്തേരിയിലാണ്. ആ പള്ളി സെമിത്തേരിക്ക് അന്നൊരു കമ്പിവേലിയാണ് ഉണ്ടായിരുന്നത്. ആ കമ്പിവേലിക്ക് ഇപ്പുറം ചെറിയൊരു റബ്ബർ എസ്റ്റേറ്റാണ്. കാലങ്ങൾ പോകവേ ആ റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായി ഞാനാണ് നിയുക്തനായത്. ഞാൻ റബ്ബർ വെട്ടി ഈ പള്ളി സെമിത്തേരിയുടെ അരികിലേക്ക് എത്തുമ്പോൾ ഇവൻ്റെ കുഴിമാടം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ വളരെ വേദനയോടുകൂടി അവൻ്റെ കുഴിമാടത്തിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് പറയുമായിരുന്നു. അവന് ഒന്നും പറയാൻ കഴിയാതെ ഒരുപക്ഷെ അവനെല്ലാം എന്നോടപ്പോൾ പറയുന്നുണ്ടായിരിക്കും. എനിക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കാർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നതായിരിക്കാം. പക്ഷേ എനിക്ക് ആ ജോലി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെ വളരെ മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ച് അവിടെ നിൽക്കുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, 10-25 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ജീവിത ചക്രവാളം തിരിയുന്നതിനനുസരിച്ച് നമ്മൾ പല ദേശങ്ങളിലും പല ജോലികളിലും പല ആൾക്കാരുമായി കൂട്ടുകൂടി കല്യാണം കഴിഞ്ഞ് മക്കളായി എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ താമസിക്കുന്നത് വയനാട് ജില്ലയിലെ പുത്തുമലയ്ക്കടുത്ത് മേപ്പാടി ഭാഗത്താണ്. ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഈ സമയത്ത് ജോയി എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അവന് വേണ്ടി അന്ന് സോഷ്യൽ മീഡിയയും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അവന് വേണ്ടി അവൻ്റെ ആത്മശാന്തിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ഒരു 2 വാക്ക് ഞാൻ നിങ്ങളിലൂടെ സമർപ്പിക്കുകയാണ്. നന്ദി.